ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ സഞ്ജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ SSC എക്സാമുകൾക്ക് പ്രധാനമായിട്ടും വരുന്നൊരു ടോപ്പിക്കാണ് സർക്കുലേറ്ററി സിസ്റ്റം, അല്ലെ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ആ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചെറിയ സെക്ഷനിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. സോ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ലേണിംഗ് ആണ്. സോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്ത് ചെയ്യുക, അതിലൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് നമ്മുടെ മോക്ക് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും കറണ്ട് അഫേഴ്സുകളും ഡെയിലി കറണ്ട് അഫേഴ്സുകളും ലഭിക്കുന്നതാണ്. അപ്പോൾ സൗജന്യമായിട്ട് നേടാനായിട്ട് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക ബ്ലഡ്. സോ ബ്ലഡിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഫാക്റ്റുകൾ നമുക്കറിയാം. ബ്ലഡ് എന്ന് പറയുന്നത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. എന്താ ഈ കണക്റ്റീവ് ടിഷ്യൂ? മറ്റ് ടിഷ്യൂസിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്, അല്ലേ? ഇപ്പോൾ ബ്ലഡ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് രൂപത്തിലുള്ള അല്ലെങ്കിൽ ദ്രാവക രൂപത്തിലുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂ കൂടിയാണ് ബ്ലഡ് എന്ന് പറയുന്നത്. ആ ബ്ലഡിൽ ഏകദേശം 55%, അല്ലേ? ബ്ലഡിൽ ഏകദേശം 55% പ്ലാസ്മയാണ്, 45% ബ്ലഡ് സെൽസ് വരുന്നത്. അപ്പോൾ ബ്ലഡിൽ ഏറ്റവും കൂടുതലുള്ളത് പ്ലാസ്മയാണ്. 55% പ്ലാസ്മയാണ്, അതേപോലെ തന്നെ 45% ബ്ലഡ് സെൽസ് ആണ്. ഇനി ആ പ്ലാസ്മയിലേക്ക് വരുമ്പോൾ പ്ലാസ്മയിൽ തന്നെ ഏറ്റവും കൂടുതൽ 90 മുതൽ 92% വരെ വാട്ടറാണ്. അതേപോലെ തന്നെ പ്ലാസ്മ പ്രോട്ടീനുകൾ 7 മുതൽ 8% വരെ പ്ലാസ്മ പ്രോട്ടീനുകളാണ്. ആ പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നിവയാണ് പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ. ഏതൊക്കെയാണ്? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. അതിൽ ആൽബുമിൻ എന്ന് പറയുന്നത് BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു. ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ബോഡി ഡിഫൻസിന് സഹായിക്കുന്നു. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. സോ ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ. ആൽബുമിൻ ബ്ലഡ് പ്രഷർ, ഗ്ലോബുലിൻ ബോഡി ഡിഫൻസിന് സഹായിക്കുന്നു, ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി നമുക്കറിയാം നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയത്തിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് വെസലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് വെസലുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോളുക. ഒന്ന് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഹൃദയമാണ് എങ്കിൽ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽസും ഉണ്ട്, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസും ഉണ്ട്. ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ഏതാണ്? ആർട്ടറി. ആൻഡ് ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ടു ഹാർട്ട്, ഹൃദയത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് വെയിന്, അല്ലേ? ആർട്ടറിയും വെയിനും, അല്ലേ? ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നത് ആർട്ടറിയാണ്, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്നത് വെയിനുമാണ്. സോ ആർട്ടറിയും വെയിനും, അല്ലേ? ആർട്ടറിയും വെയിനും. ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ, ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് രക്തം കൊണ്ടുപോകുന്നവരാണ് ആർട്ടറി. അപ്പോൾ ആർട്ടറിയിലൂടെ ഒഴുകുന്ന ബ്ലഡിൻ്റെ സ്പീഡ്, പ്രഷർ എങ്ങനെയായിരിക്കും? കാരണം ഹൃദയമാണ് സങ്കോചിക്കുന്നത്. ഹൃദയം സങ്കോചിക്കുമ്പോൾ നല്ല സ്പീഡിലായിരിക്കും ആർട്ടറിയിലൂടെ ബ്ലഡ് പോകുന്നത്. നല്ല സ്പീഡിലും നല്ല പ്രഷറിലുമായിരിക്കും ആർട്ടറിയിലൂടെ ബ്ലഡ് പോകുന്നത്. വെയിൻസോ ഇങ്ങനെ ഒഴുകി വന്ന് വെയിൻസിലെത്തുമ്പോൾ അതിൻ്റെ സ്പീഡും പ്രഷറും കുറയും, അല്ലേ? സ്പീഡും പ്രഷറും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അങ്ങനെ നല്ല സ്പീഡിലും നല്ല പ്രഷറിലും ഒഴുകണമെന്നുണ്ടെങ്കിൽ ആർട്ടറീസിൻ്റെ വാൾ എങ്ങനെയുള്ളതായിരിക്കണം? നല്ല തിക്ക് വാളായിരിക്കണം. വെയിൻസിൻ്റെ വാൾ എന്തായിരിക്കും? തിൻ വാളായിരിക്കും. അത്രേ ഉള്ളൂ, കൺസെപ്റ്റ് അത്രേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം, ആ സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ആർട്ടറി ഞാൻ പറഞ്ഞു എന്താണ്? ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് രക്തം ക്യാരി ചെയ്യുന്നവരാണ്, അല്ലേ? തിക്ക് വാളായിരിക്കും. അതേപോലെ തന്നെ നല്ല സ്പീഡിലും നല്ല പ്രഷറിലുമാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ആർട്ടറിയിലൂടെ. വെയിൻസിലേക്ക് വരുമ്പോൾ ക്യാരി ബ്ലഡ് ടു ഹാർട്ട്, ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലാണ്. നല്ല സ്പീഡിലും, അല്ലേ, ലോ പ്രഷറിലും ലോ സ്പീഡിലുമാണ് രക്തം ഒഴുകുന്നത്. ഈ വെയിൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ എന്തില്ല? വാൽവുകൾ കാണപ്പെടുന്നുണ്ട്, അല്ലേ? ഇല്ലെന്നല്ല, വാൽവുകൾ കാണപ്പെടുന്നത്. വാൽവ്സ് ആർ സീൻ. അതേപോലെ തിൻ വാളാണ് ആർക്കുള്ളത്? വെയിൻസിനുള്ളത്. ഈ കാപ്പിലറീസിലേക്ക് വരുമ്പോൾ ആർട്ടറീസും വെയിൻസും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്നതാണ് കാപ്പിലറീസിലേക്ക് വരുമ്പോൾ അവിടെ സിംഗിൾ ലെയർ ആണ്.
അതേപോലെ തന്നെ മൈന്യൂട്ട് പോറുകൾ ക്യാപ്പിലറീസിലുണ്ട്. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. ആർട്ടറി നല്ല സ്പീഡിലും നല്ല പ്രഷറിലും ബ്ലഡ് ഒഴുകും. ആർട്ടറിയിലൂടെ ഒഴുകുന്ന ബ്ലഡിൻ്റെ സ്പീഡും പ്രഷറും കൂടുതലായിരിക്കും, വാള് തിക്കായിരിക്കും. വെയിൻസിലൂടെ കുറഞ്ഞ സ്പീഡിലും കുറഞ്ഞ പ്രഷറിലും ബ്ലഡ് ഒഴുകുന്നു. അതിൻ്റെ വാൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? തിൻ വാളായിരിക്കും. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെച്ചോളുക. ഇനി നമ്മുടെ ഹാർട്ട്, നമുക്കറിയാം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹാർട്ട്. എല്ലാ ഭാഗത്തിലേക്കും രക്തം പമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പമ്പിങ് ഓർഗൺ എന്നാണ് ഹാർട്ട് അറിയപ്പെടുന്നത്. ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് സ്റ്റേണവും റിബ്സും വെർട്ടിബ്രൽ കോളവും എല്ലാം ഉണ്ട്. അത് കൂടാതെ നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്ത് കാണപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെരികാർഡിയമാണ്. പെരികാർഡിയത്തിനുള്ളിലുള്ള ഫ്ലൂയിഡാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് നമ്മുടെ ഹാർട്ട് സങ്കോചിക്കുന്നതിന് സിസ്റ്റോൾ എന്നും വികസിക്കും അതിനെ ഡയസ്റ്റോൾ എന്നും പറയും. അപ്പോൾ സങ്കോചിക്കുമ്പോഴും വികസിക്കുമ്പോഴുമുള്ള ആ ഒരു ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ പെരികാർഡിയം സഹായിക്കുന്നത്. So pericardium is a membrane that helps to reduce the friction of heart. അല്ലെ, ഹാർട്ടിന്റെ ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന മെംബ്രെയിൻ ആണ് പെരികാർഡിയം. പെരികാർഡിയത്തിനുള്ളിലുള്ള ഫ്ലൂയിഡ് പെരികാർഡിയൽ ഫ്ലൂയിഡ്. ഏതാണ്? പെരികാർഡിയൽ ഫ്ലൂയിഡ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ ഹാർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിന് 4 ലെയർ അല്ലെങ്കിൽ 4 ചേംബറുകളാണുള്ളത്. മുകളിലത്തെ 2 അറകൾ ഏട്രിയം. സോ ഏതൊക്കെയാണ്? റൈറ്റ് ഏട്രിയം ഉണ്ട്, അതേപോലെ തന്നെ താഴെ വെൻട്രിക്കിളാണ്, റൈറ്റ് വെൻട്രിക്കിൾ. അതേപോലെ ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തെയും റൈറ്റ് വെൻട്രിക്കിളിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് 3 കസ്പിഡുള്ള വാൽവ്, അത് ട്രൈ കസ്പിഡ് വാൽവ്. ട്രൈ. ലെഫ്റ്റ് ഏട്രിയത്തെയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും കൂടെ സെപ്പറേറ്റ് ചെയ്ത് 2 കസ്പിഡുകളുള്ള വാൽവ്, അത് ഡൈ കസ്പിഡ് വാൽവ്. അതൊന്ന് അറിഞ്ഞു വെച്ചോളുക. അതേപോലെ റൈറ്റ് ഏട്രിയത്തിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു നോഡൽ ടിഷ്യൂ ഉണ്ട്. അതിനെയാണ് നമ്മൾ SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡ് അല്ലെങ്കിൽ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്ന് വിളിക്കുന്നത്. SA നോഡ്, സൈനോ ഏട്രിയൽ നോഡ്, പേസ് മേക്കർ ഓഫ് ഹാർട്ടാണ് നമ്മൾ ഈ ഹൃദയത്തിനുള്ളിലെ ഹൃദയം എന്ന് പറയുന്നത്. ഹാർട്ടിന് വേണ്ട ഒരു ഇലക്ട്രിക് ഇമ്പൾസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ പറയുന്ന SA നോഡാണ്. ഓക്കെ, SA നോഡാണ്. അതേപോലെ ഹാർട്ടിലേക്ക് വരുമ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഹാർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയം, അല്ലെ, 4 ചേംബറുകളുള്ള നമ്മുടെ ഹൃദയം. ഇപ്പം ഓർത്തോളുക, 4 ചേംബറുകളുള്ള നമ്മുടെ ഹൃദയമാണ്, അല്ലേ. മുകളിലത്തെ അറകൾ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പൾമണറി ആർട്ടറി. പൾമണറി ആർട്ടറിയിൽ നിന്നത് ലങ്സിലേക്ക് എത്തുന്നു. ലങ്സിൽ നിന്ന് അത് പൾമണറി വെയിൻ വഴി, പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നു. പത്രത്തിലെ ഒന്നാമത്തെ സർക്കുലേഷൻ, 2 സർക്കുലേഷൻ, ഡബിൾ സർക്കുലേഷൻ ആണ് ഹ്യൂമൻസിനുള്ളത്. ഒന്നാമത്തെ സർക്കുലേഷൻ റൈറ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് പൾമണറി ആർട്ടറി വഴി ലങ്സിലെത്തി കഴിയുമ്പോൾ ലങ്സ് ഓക്സിജൻ കൊടുക്കും. അങ്ങനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആവും. ആ ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തുന്ന ഒന്നാമത്തെ സർക്കുലേഷൻ നമ്മൾ വിളിക്കുന്ന പേര് പൾമണറിക് സർക്കുലേഷൻ എന്ന് വിളിക്കും. എന്താണ് വിളിക്കുന്നത്? പൾമണറിക് സർക്കുലേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നാണ്. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വരും. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് മനുഷ്യരിലെ ഏറ്റവും വലിയ ബ്ലഡ് വെസൽസ് ആയിട്ടുള്ള അയോട്ട വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലെത്തും, അല്ലെ, ബോഡി പാർട്ടിലെത്തും. അങ്ങനെ ബോഡി പാർട്ട് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. എന്ത് വഴി? വീനക്കാവ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തും. അതാണ് രണ്ടാമത്തെ സർക്കുലേഷൻ. അതിനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിക്കുന്നു. അത്തരത്തിലെ പൾമണറിക് സർക്കുലേഷനും സിസ്റ്റമിക് സർക്കുലേഷനും കൂടെ ചേർന്ന ഡബിൾ സർക്കുലേഷനാണ് ഹ്യൂമൻസിനുള്ളത്. അതിൽ ഒന്നാമത്തെ സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന റൈറ്റ് ഏട്രിയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് പൾമണറി ആർട്ടറി വഴി ലങ്സ് വഴി പൾമണറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പൾമണറിക് സർക്കുലേഷനും, രണ്ടാമത്തെ സർക്കുലേഷൻ ലെഫ്റ്റ് ഏട്രിയ, അത് കഴിഞ്ഞ് ആ രക്തം ഇങ്ങോട്ടേക്ക് വന്ന് ലെഫ്റ്റ് ഏട്രിയത്തിൽ സ്റ്റാർട്ട് ചെയ്ത് അയോട്ട വഴി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്ട് വഴി ലെഫ്റ്റ് വെൻട്രിക്കിൾ വഴി വീനക്കാവ വഴി റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്ന രണ്ടാമത്തെ സർക്കുലേഷൻ സിസ്റ്റമിക് സർക്കുലേഷൻ. രണ്ടും കൂടെ ചേർന്ന ഡബിൾ സർക്കുലേഷനാണ് ഹ്യൂമൻസിനുള്ളത്. അത് വളരെ ക്ലിയർ ആയിട്ട് ആ കൺസെപ്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ?
ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, പൾമണറി ആർട്ടറി, ലങ്സ്, പൾമണറി വെയിന്, അതേപോലെ തന്നെ അയോട്ട, ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ബോഡി, സുപ്പീരിയർ ആൻഡ് വീന കാവ് ബൈ. അതാണ് നമ്മുടെ ഡബിൾ സർക്കുലേഷൻ എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇനി ഹാർട്ട് ബീറ്റ്, പൾസ്, ബ്ലഡ് പ്രഷർ. എന്താണ് ഹാർട്ട് ബീറ്റ്? ഒരു സാധാരണ ഒരു ശരാശരി വ്യക്തിയിൽ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 72 പ്രാവശ്യമാണ്. ഇനി ഒരു ഹാർട്ട് ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? ഒരു ഹാർട്ട് ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റോളും അതേപോലെ തന്നെ ഒരു ഡയസ്റ്റോളും കൂടെ ചേർന്നതാണ് ഒരു ഹാർട്ട് ബീറ്റ്. സിസ്റ്റോൾ എന്ന് വെച്ചാൽ ഹൃദയം ചുരുങ്ങും, ഡയസ്റ്റോൾ ഹൃദയം വികസിക്കും. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോളും കൂടെ ചേർന്നതാണ് ഒരു ഹാർട്ട് ബീറ്റ്. ആ ഒരു ഹാർട്ട് ബീറ്റിന് വേണ്ട സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡാണ്. 0.8 സെക്കൻഡാണ്. അതേപോലെ തന്നെ പൾസ് അല്ലേ, പൾസ് നമ്മൾ പറഞ്ഞതാണ്. ബ്ലഡ് പ്രഷറിലേക്ക് വരുമ്പോൾ നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ 120/80 mmHg ആണ്. 120 നമ്മൾ വിളിക്കുന്ന പേര് സിസ്റ്റോളിക് പ്രഷർ എന്നും 80 വിളിക്കുന്ന പേര് ഡയസ്റ്റോളിക് പ്രഷർ എന്നുമാണ്. അതായത് 120 എന്ന് പറയുമ്പോൾ ഹൃദയം ചുരുങ്ങുമ്പോഴുള്ള പ്രഷറാണ്. ആ ഹൃദയം ചുരുങ്ങുമ്പോഴുള്ള പ്രഷറിനെയാണ് സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത്. 80 എന്ന് പറയുന്നത് എന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ. ഹൃദയം വികസിക്കുമ്പോഴുള്ള പ്രഷറാണ് എന്തെന്ന് പറയുന്നത്? ഡയസ്റ്റോളിക് പ്രഷർ എന്നും മനസ്സിലാക്കുക. ഹൃദയം വികസിക്കുമ്പോഴുള്ള പ്രഷറാണ് എന്ന് പറയുന്നത് ഡയസ്റ്റോളിക് പ്രഷർ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. സിസ്റ്റോളിക് പ്രഷർ 120, ഡയസ്റ്റോളിക് പ്രഷർ 80. അതാണ് നമ്മുടെ നോർമൽ ബ്ലഡ് പ്രഷർ 120/80 എന്ന് പറയുന്നത്. ഇനി അതേപോലെ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ഒന്ന് സിഗ്മോ മാനോമീറ്ററും 2 ഡിജിറ്റൽ ബി പി അപ്പാരറ്റസ്. സിഗ്മോ മാനോമീറ്ററും ഡിജിറ്റൽ ബി പി അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രഷർ അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അടുത്ത പഠിക്കാനുള്ളതാണ് ഈ പറയുന്ന പോർട്ടൽ സർക്കുലേഷൻ. അതായത് സാധാരണഗതിയിൽ എന്താണ്? ഹൃദയമാണ് എല്ലാ സ്ഥലത്തേക്കും ബ്ലഡ് എത്തിക്കുന്നത്. എന്നാൽ ഓർഗൻ ടു ഓർഗൻ ബ്ലഡ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഓർഗൻ ടു ഓർഗൻ ബ്ലഡ് ട്രാൻസ്ഫറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോർട്ടൽ സിസ്റ്റം എന്ന് പറയുന്നത്. സർട്ടൻ വെയ്സ് ഡു നോട്ട് റീച്ച് ഹാർട്ട് ആൻഡ് ദേ ക്യാരി ബ്ലഡ് ഫ്രം ഓർഗൻ ടു ഓർഗൻ അല്ലേ. ഓർഗൻ ടു ഓർഗൻ ബ്ലഡ് ട്രാൻസ്ഫറിനെയാണ് പോർട്ടൽ സർക്കുലേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോർട്ടൽ സർക്കുലേഷൻ ഉദാഹരണം പഠിച്ചു കൊടുക്കുക. അതാണ് ഹെപ്പറ്റിക് പോർട്ടൽ സിസ്റ്റം. ഈ പറയുന്നതാണ് ഹെപ്പറ്റിക് പോർട്ടൽ സിസ്റ്റം. ഏത്? ഇൻറ്റസ്റ്റൈനൽ കാപ്പിലറീസ്, ഹെപ്പറ്റിക് പോർട്ടൽ വെയിൻ വഴി ലിവർ കാപ്പിലറീസ് വഴി ലിവറിലെത്തുന്നു. ലിവറിൽ നിന്ന് ഹെപ്പറ്റിക് വെയിൻ വഴി വീനക്കാവ് വഴി ഹാർട്ടിലെത്തുന്നു. അങ്ങനെ എന്താണ് ഈ പറയുന്ന ഓർഗൻ ടു ഓർഗൻ ബ്ലഡ് ട്രാൻസ്ഫറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതെന്ന് പറയുന്നത് പോർട്ടൽ സർക്കുലേഷൻ. അതിൽ ഉദാഹരണം ഹെപ്പറ്റിക് പോർട്ടൽ സിസ്റ്റം. ഓക്കെ അല്ലേ? ശരി. ഇനി നമുക്ക് പഠിക്കാനുള്ള അതിറോസ്ക്ലീറോസിസ്, കൊറോണറി ത്രോംബോസിസ്, ഹാർട്ട് അറ്റാക്കാണ്. നമുക്കറിയാം നമ്മുടെ ബ്ലഡ് വെസൽസിൽ നമ്മൾ അമിതമായിട്ട് കൊഴുപ്പ്, ഫാറ്റ് അടിഞ്ഞുകൂടിയ ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസൽസിൽ കൊഴുപ്പടിഞ്ഞു കൂടും. കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ ഇതിന് ഡയമീറ്റർ കുറയും. ഇപ്പോൾ ഇവിടെ ഡയമീറ്റർ കൂടുതലാണ് അല്ലേ, ഇവിടെ ഡയമീറ്റർ കുറയും. ആ ഡയമീറ്റർ കുറയുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അതിറോസ്ക്ലീറോസിസ്. അതിറോസ്ക്ലീറോസിസ് ആണല്ലോ. അങ്ങനെ നമ്മുടെ ഹാർട്ടിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുണ്ട്. ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. കൊറോണറി ആർട്ടറി. ഈ കൊറോണറി ആർട്ടറിയിൽ അതിറോസ്ക്ലീറോസിസ് സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ രക്തം കട്ട പിടിക്കും. ആ രക്തം കട്ട പിടിക്കുന്നതിനാണ് കൊറോണറി ത്രോംബോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ രക്തം കട്ട പിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹൃദയത്തിന് ആവശ്യമായുള്ള രക്തം ഹൃദയത്തിൽ എത്താതെ വരുന്നു. അങ്ങനെ ഹൃദയം നിശ്ചലമാകുന്നു. അങ്ങനെ ഹൃദയം നിശ്ചലമാകുന്നതിനെ ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു. ഹാർട്ട് അറ്റാക്ക് എന്ന് വിളിക്കുന്നു ആണല്ലോ. പിന്നീട് നമ്മുടെ വേൾഡ് ഹാർട്ട് ഡേ പഠിച്ചു കൊടുക്കുക. സെപ്റ്റംബർ 29 വേൾഡ് ഹാർട്ട് ഡേ. അപ്പോൾ ഇത് നമ്മൾ സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സെക്ഷനാണിത്. നമ്മൾ തീർച്ചയായിട്ടും ഹയർ ആയിട്ടുള്ള ടോപ്പിക്കുകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ബേസിക് സ്ട്രോങ് ആണെങ്കിൽ ഹയറിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ECG അങ്ങനെ വേവുകളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ SA നോഡ്, AV നോഡ്, അവയുടെ പൊസിഷനുകളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന സെക്ഷനുകളിൽ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം നമ്മുടെ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ പറയുന്ന എക്സാമുകൾ പാസ്സാവേണ്ടതാണ്. അപ്പോൾ അത് SSCയുടെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്തവരാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ കൈകളിലുള്ളൂ. ഏകദേശം 12,000 മുകളിൽ വേക്കൻസീസ് വരുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ച്
കൂടുതൽ അറിയാനും നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.